drop silence please. ഇന്ന് ഞാൻ വീണ്ടും ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയേക്കുന്നത്. ഞാനും അരുട്ടനും മാത്രമല്ല, ഞങ്ങൾ ഒരു 9 പേരടങ്ങിയ ഫ്രണ്ട്സ്, വലിയൊരു ഗ്യാങ് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ പോകുന്നത് നമ്മുടെ സ്വന്തം മദർ തെരേസയുടെ നാടായ അൽബേനിയയിലോട്ടാണ്. ഞങ്ങളുടെ ഷെങ്കൻ വിസ തീർന്നു, ഞങ്ങൾ എക്സ്പയർ ആയി. അപ്പോൾ അതുകൊണ്ട് അൽബേനിയയിൽ പോകാൻ നമുക്ക് ജസ്റ്റ് BRP മാത്രം മതി. അവിടെ ചെന്ന് ഇറങ്ങി നമുക്ക് ഷെങ്കൻ വിസയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഉടനെ തന്നെ ഷെങ്കൻ ഏരിയയിലോട്ട് അൽബേനിയ ആഡ് ചെയ്യപ്പെടുമെന്ന് കേട്ടു. അപ്പോൾ അതിന് മുന്നേ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ലൂട്ടണിൽ നിന്നാണ് ഞങ്ങൾ ഫ്ലൈറ്റ്. അപ്പം ഇനിയിപ്പോൾ അവിടെ ചെന്ന് ഒന്ന് റിലാക്സ് ചെയ്ത്, എനിക്ക് കുറച്ച് നേരത്തെ എയർപോർട്ടിൽ പോയിരിക്കുന്ന പൊതുവേ ഇഷ്ടം. കാരണം ലേറ്റായിട്ട് ഒന്ന് ഓടിപ്പിടിച്ച് പോകുന്നത് എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ഒരു 11:30 ആവാറായി. 11:30 ആകുമ്പോൾ ഇറങ്ങണമെന്ന് ഞങ്ങളെല്ലാം റെഡി ആയിരിപ്പുണ്ട്. ഇവിടെ ഓൾറെഡി അരൂട്ടിനും അജിത്തും പിന്നെ ഭവ്യ ഇപ്പോഴും മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഭവ്യ രാവിലെ ഏറ്റവും ആദ്യം റെഡിയാവാൻ തുടങ്ങിയത്, ഇതുവരെ റെഡിയായി കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളെല്ലാവരും ഇനിയിപ്പം പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുമായിരിക്കും. ഭവ്യ പുറകിൽ നിന്ന് നോക്കും. അതാ ഭവ്യനെ വാരി എന്നൊക്കെ. ഇല്ല ഭവ്യ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അതിനെ പറ്റി. സോ അപ്പം ഇനിയിപ്പോൾ ഞങ്ങളൊരു അടുത്ത 4 ദിവസം അൽബേനിയയിലായിരിക്കും. ഇവിടുത്തെ വെതറൊന്നും അത്ര നല്ലതല്ല, പക്ഷെ അവിടുത്തെ പോളി വെതറാന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. സോ അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ അൽബേനിയൻ വ്ളോഗ്. റെഡി അല്ലേ പോവാൻ? ഭവ്യ 2 മണിക്കൂർ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഭവ്യയുടെ ബർത്ത്ഡേ കൂടെയാണ്. ഭവ്യ എത്ര വയസ്സ്? 28-29 വയസ്സാവും ഭവ്യക്ക്. ഇത് ഞങ്ങളുടെ അയറി ഉണ്ട്. അയറി സേ ഹായ്. അയറി എനിക്ക് ഫുള്ള് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അയറി ഞങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അരൂട്ടൻ, അജിത്ത് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഉടനെ തന്നെ ബാഗൊക്കെ ഫുള്ള് സെറ്റ്. എല്ലാ ബാഗൊക്കെ ട്വിന്നിങ് ഒരുപോലത്തെ മേടിച്ച് വന്നപ്പോൾ ഒരുപോലത്തെ ബാഗായിപ്പോയി. അപ്പം ഇനിയിപ്പം ഞങ്ങൾ പോവാം. എല്ലാവരും റെഡിയല്ലേ? പോവാം എല്ലാവരും. ആർക്കൊരു താല്പര്യമൊന്നും ഇല്ല, അത് മതി, അത്രയും മതി. തുഷാരയും ടോണിയും കൂടെ കരയാൻ വന്നിട്ടുണ്ട് ഞങ്ങൾ പോകുന്നത് കാണാൻ. തുഷാരെ കരയുവാ. തുഷാര സാരമില്ല. തുഷാരയ്ക്ക് നാട്ടിലൊരു ചെറിയ കല്യാണം കൂടാൻ പോകാനുള്ളതുകൊണ്ട് തുഷാരയ്ക്ക് മണി സേവിങ് പദ്ധതിയിലാണ്. അതുകൊണ്ട് മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് തുഷാരയ്ക്ക് അത്ര താല്പര്യമില്ല മുഖം കാണിക്കാന്. പക്ഷെ ഞങ്ങൾ വേഗം പോയിട്ട് വരൂടാ, കരയണ്ട. അയ്യോ, അതങ്ങ് പോകും. അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മാൽവാണിയിൽ നിന്ന് പോവാണ് ഓഫ് ടു എയർപോർട്ട്. ഭവ്യ ഇന്നലെ ഒരു നല്ല ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് പുതിയ കണ്ണാടിയൊക്കെ വെച്ച് പ്രിപ്പറേഷനിലാണ്. മതി തുടച്ച് ഗ്ലാസ്. അയ്യോ വെക്ക് വെച്ചിട്ട് അപ്പോൾ എവിടെ പോയാലും ഞങ്ങൾക്ക് ആദ്യം വിശക്കും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ KFCന്ന് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പോകുന്ന വഴിക്ക് തന്നെ സർവീസിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ട് എയർപോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയും ഉണ്ട് ഒരു 1.5-2 മണിക്കൂർ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം അവിടെ ചെല്ലുന്നതിന് വരെ വിശക്കരുതല്ലോ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അവർ KFCയിൽ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഒന്ന് റിലാക്സ് ചെയ്യുവാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആണ്. അപ്പോൾ ഡിലേ ആയതുകൊണ്ട് തന്നെ ഇനിയും ഒരു 3 മണിക്കൂറും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഒന്ന് ചുറ്റിയടിച്ച് ഞങ്ങളുടെ കൂടെയുള്ള 5 പേര് ഇതുവരെ ഇപ്പോഴും വന്നിട്ടില്ല. സോ അവർ പയ്യെ വരട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ കയറി ഫുഡൊക്കെ കഴിച്ച് ഇനി ഇതിലൊന്ന് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ച്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. അരൂട്ടിന് അങ്ങനെ റൗണ്ട് അടിക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് അരൂട്ടിനും അജിത്തോടെ ഇരുന്നിട്ട് ഞാനും ഭവ്യയും കൂടെയാണ് റൗണ്ട് അടിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഞങ്ങളിത് കണ്ണാടിയൊക്കെ വെച്ച് നോക്കി വെറുതെ സമയം കളയാനായിട്ട്. അപ്പോൾ ഞങ്ങൾ റേബാൻ്റെ കണ്ണാടിയൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ചേർച്ചയുണ്ട്, പക്ഷേ പൈസ നമുക്കങ്ങ് ഒക്കുന്നില്ല, നമ്മുടെ റേഞ്ചിൽ വരുന്നില്ല അല്ലേ. കുറച്ചുകൂടെ കൂടിയ റേഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന്. ഈ റേഞ്ച് നമുക്ക് പോരാ. സോ ഞങ്ങളപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കണ്ണാടിക്കൊക്കെ നല്ല ലൈറ്റുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ തന്നനം പാടിക്കളിക്കുകയാണ്. സൗമ്യയും ടീമും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും നിരന്നിരിപ്പുണ്ട്. സൗമ്യ എങ്ങോട്ടാണ് പോകുന്നത്? അതെ, ഞാൻ നിർബന്ധിച്ച് കുറേ സൗമ്യ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞത്. അപ്പം സൗമ്യനെയും എല്ലാവരെയും നിർബന്ധിച്ച് ഞാനങ്ങ് കൊണ്ടുപോവാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഭവ്യ പകുതി ചിലവും കൊടുക്കുന്നത്, കാരണം ഭവ്യയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഭവ്യയുടെ ബർത്ത്ഡേ ചിലവ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അൽബേനിയ പോവാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ഇനിയിപ്പോൾ 1 മണിക്കൂറേ ഉള്ളൂ ഫ്ലൈറ്റിന്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം അതിനുവേണ്ടി വെയിറ്റിംഗ്. ഓ, അജിത്ത് ഇരിക്കുന്നു നോക്ക്. അജിത്ത് അങ്ങ് മൂല ഇരിപ്പുണ്ട്. അതിപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പച്ചന്മാരുടെയൊക്കെ നടുക്ക് പോയി അജിത്ത് ഇരിപ്പുണ്ട്. ഇവിടെ ഒന്നും സീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറിയിരുന്നു. അരൂട്ടൻ തൊട്ട് ബാക്കിലുണ്ട്. ഞാനും ഭവ്യ.
അപ്പൊ ഇനിയിപ്പം ഉറങ്ങാനുള്ള സമയമുണ്ട്. അപ്പൊ ഞങ്ങൾ ഉറങ്ങട്ടെ. അപ്പത്തേക്കും അവിടെ അങ്ങനെ ഞങ്ങൾ അൽബേനിയയിലെത്തി. എല്ലാവരും കാറ് റെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത 4 ദിവസം ഞങ്ങൾ കാറ് റെന്റിനെടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ചെന്ന് കാറെടുത്ത് ഇനിയിപ്പോൾ റൂമിൽ പോയി റെസ്റ്റ് ചെയ്യാനുള്ള സമയമുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 12:15 നാളെയാണ് ഇനി മൊത്തം പാക്കേജ് കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒഫീഷ്യലി നാളെയാണ്. സോ ഇനിയിപ്പോൾ കാറ് അവിടെ അടച്ചിട്ടുണ്ട് നിലവിൽ. അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് പോയി നോക്കണം. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. കയറിയാലറിയാം, പറയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണ്. നല്ല ബാംഗ്ലൂർ വന്ന ഫീലുണ്ട് നമുക്ക്. വഴിയൊക്കെ കുണ്ടും വഴിയും നിറഞ്ഞ വഴികളും ആ ഒരു പൊടിയും എല്ലാം കറക്റ്റ് ബാംഗ്ലൂർ. നമ്മൾ വണ്ടി റെൻറ്റിൻ്റെ അടുത്ത് വണ്ടിയിലൊക്കെ നിറച്ച് പൊടി. ഇനിയിപ്പം കാണുമ്പം കയറുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ വന്നു, നേരെ കിടന്നു. കാരണം വന്നപ്പോൾ തന്നെ 3 മണിയായി. ഇവിടെ കുറേ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല പ്രോപ്പറായിട്ട്. ഞങ്ങളപ്പം ഇന്നലെ ഇവിടെ വന്നു, കിടന്നു. ഇനിയിപ്പോൾ രാവിലെ എഴുന്നേറ്റ് 10 മണിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അൽബേനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി യൂറോപ്യൻ കൺട്രീസ് പോലെ ഒന്നുമല്ല. കറക്റ്റ് തനി ബാംഗ്ലൂർ വൈബാണ് ഇവിടെ. കാരണം ഫുള്ള് ചുറ്റോട് ചുറ്റും ബിൽഡിങ്സ് ഒക്കെ അവർ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ വീടൊക്കെ ആണെങ്കിലും സാധാ ഓടിട്ട വീടുകൾ. യൂറോപ്പിൽ കാണുന്ന ഒരു രീതിയിലുള്ള ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ റൂം ഞങ്ങൾ അപ്പാർട്ട്മെൻ്റ് ആണ് എടുത്തത്. നല്ല അടിപൊളി അപ്പാർട്ട്മെൻറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല അടിപൊളി ചൂടുണ്ട്. നമ്മുടെ നാട്ടിലെ കാറ്റിന് കുഴപ്പമില്ല. ഇപ്പോൾ കാറ്റ് വേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നല്ല സൂപ്പർ ചൂടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പൊടിയും കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ ഒരു അന്തരീക്ഷമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്നോ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. സോ ഇത് ഞങ്ങളുടെ അൽബേനിയ ഡേ 1 ആണ്. ഇനിയുണ്ട് ഞങ്ങൾക്ക് ഒരു ഡേ 3 ദിവസം കൂടെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ആ ഡേ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇതിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണിച്ചാൽ, ഇപ്പോൾ ബാക്കിലൊക്കെ ഫുള്ള് ബിൽഡിങ്ങുകൾ പണിതുകൊണ്ടിരിക്കുവാണ്. ഇപ്പം താഴെ നോക്കിക്കഴിഞ്ഞ് ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഫുള്ള് നമ്മുടെ സാധാ നാട്ടിലെ പോലത്തെ ഓടിട്ട് അന്തരീക്ഷം, ഓടിട്ട് വീടുകൾ, സാധാ ബിൽഡിങ്സ്, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് മൊത്തത്തിൽ. ഇപ്പം ഇങ്ങേ സൈഡിൽ വന്നാലും പക്ഷെ നമുക്ക് മല കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമായിരിക്കും. അവിടെയും ചുറ്റുവട്ടം അങ്ങ് ദൂരെയൊക്കെ മലകളുണ്ട് ഇഷ്ടം പോലെ. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പ്. പക്ഷെ പൊടി ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഇപ്പം ഈ ഒരു സമയം നമുക്ക് പുറത്തിറങ്ങി ഇരിക്കാൻ പറ്റത്തില്ല. കാരണം നല്ല പൊടിയും ചൂടും ഒക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ വേഗം എല്ലാവരും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോട്ടെ. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന ഹൗസ്. ഇന്ന് രാത്രി കാണിക്കാൻ പറ്റിയില്ല. ഇതൊരു വീടാണ്. വീടിൻ്റെ മുകളിൽ അപ്പാർട്ട്മെൻറ്റ് പോലെ. അങ്ങനെ നല്ല വെയിലത്താണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയത്. വെയിൽ തണൽ നോക്കി നടക്കുക. കാരണം വെയിലത്ത് ഇറങ്ങുമ്പോൾ നല്ല പൊള്ളുന്ന ഫീലിംഗ് ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ നമുക്ക് കഫേ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഇവിടെ ഉണ്ട് ഫുൾ പണികളൊക്കെ നമ്മുടെ സാധാരണ വണ്ടി ഷോപ്പൊക്കെ അതൊക്കെ തന്നെ. ഞങ്ങളെല്ലാം റെഡി. ആണുങ്ങൾ ഭയങ്കര ലേറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങി. നല്ല വയറ് നിറച്ച് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ച്. ഇനിയിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കാസൽ ക്രൂജയിൽ പോവാണ്. ക്രൂജ എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പം ചിരാന ഇപ്പം നമ്മളിപ്പം ഈ പുറകിൽ കാണുന്ന ഇതൊക്കെയാണ് കുറച്ച് നല്ല സ്ഥലങ്ങൾ, കുറച്ച് മെച്ചപ്പെട്ട സ്ഥലങ്ങൾ. ഞങ്ങൾ നടന്നു വന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊടിയും ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോയിട്ട്, ചൂടായതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ എല്ലാം കഴിഞ്ഞ് റൂമിലെത്തി. നമുക്ക് അത്രയും റിലാക്സ് ചെയ്യാൻ നാളെ രാവിലെ നേരത്തെ ഇറങ്ങണം. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ വേഗം ഇവിടുന്ന് പോയി ഞങ്ങൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യും. അവർ വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പോയേക്കുവാണ്. സോ സൗമ്യ ഒന്ന് ചിരിച്ചേര്. അതൊക്കെ ഭാഷ അൽബേനിയ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ട്. സോ ഇനിയിപ്പം അവിടെ കാസിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷനായ കാസിൽ ഓഫ് ക്രൂജയിലെത്തി. ഇവിടെ തിരാനയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് നല്ല നാട്ടിലെ പോലെ നമ്മൾ ചുരമൊക്കെ കയറിയാണ് വന്നത്. ഇങ്ങനെ നല്ല കറക്റ്റ് ചുരത്തിൻ്റെ ഒരു റൂട്ട്. ഇവിടെയും നല്ല ചൂടുണ്ട്. അപ്പം നല്ല തൊപ്പിയും, അഥവാ അൽബേനിയ ആരിലോടനെ വരുന്നുണ്ടെങ്കിൽ തൊപ്പി, കൂളിംഗ് ഗ്ലാസ്, പിന്നെ വെള്ളമൊക്കെ മസ്റ്റായിട്ട് കൊണ്ടുവരിക. ഇനിയിപ്പം ഞങ്ങളുടെ ഒരു വണ്ടി പുറകെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചൂട് കൊണ്ട് നിൽക്കാതെ നേരത്തെ അങ്ങോട്ട് കയറാമെന്ന്.
സോ ഞങ്ങളെല്ലാവരും ഇപ്പോൾ നടന്ന് കാറ്റുള്ളതുകൊണ്ട് പിന്നെ വലിയ അത്ര പ്രശ്നമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നടന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ തന്നെ പാർക്കിങ്ങിന് സ്പേസൊക്കെ ഉണ്ട്. സോ ഇനിയിപ്പം കാസലിലോട്ട് പോയിട്ട് ഇവിടെ തന്നെ ഒരു ക്രൂജ ബസാറുണ്ട്. ഇവിടെ അടുത്തൊട്ട് താഴെ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് റൗണ്ട് അടിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കണം, അവിടെ എന്താ ഉള്ളതെന്ന് നോക്കണം. ഇവിടെ ബാക്കിൽ ഫുള്ളി മലകളാണ്, ഈ സൈഡിൽ താഴോട്ടൊക്കെ വ്യൂ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കാസിൽ കയറാറായപ്പം അവിടെ നിന്നുള്ള ചെറിയൊരു വ്യൂ ആണിത്. അരൂട്ടൻ ചേട്ടനെ കാണുന്നതന്നില്ല. അജിത്തും ഭവ്യയും ഒപ്പി എടുത്ത് വരുന്നുണ്ട്. ഞങ്ങളപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ചില്ല് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, കാരണം നല്ല ടയേർഡായി. അരൂട്ടനെ കാണുന്നില്ല, അരൂട്ടൻ ഫോട്ടോയ്ക്ക് എടുത്ത് വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് മൊത്തം ഒരു ടയേർഡ്നെസ് ആണ്. ഇനി വൈകുന്നേരം ബീച്ചിൽ പോകുന്നുണ്ട്, അപ്പോൾ കുറച്ചൊന്ന് പവർ വരുമായിരിക്കും. കണ്ണാടി വെച്ചിട്ടാണെങ്കിൽ ഒന്നും കാണുന്നില്ല. ഇവിടെ 2 കമിതാക്കൾ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞുകൊണ്ട് ഞാൻ വിട്ടേക്കാം, നല്ല എന്നിലെ മറ്റേ സദാചാരം ഉണർന്നാലേന്ന്. ഇനി നമ്മൾ ക്രൂജെ ബസാറിലോട്ട് ഇറങ്ങുവാണ്. ആക്ച്വലി ക്രൂജെ എന്ന് പറയും ആൾക്കാർ, ക്രൂജ് എന്ന് പറയും, പല പല പ്രൊനൗൺസിയേഷനുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം സൈഡിൽ ഹോട്ടൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം ഇവിടുത്തെ എന്താണ് മെയിൻ എന്നുള്ളത് നമുക്കിപ്പം എവിടെ കടയിൽ കയറിയാലേ അറിയത്തുള്ളൂ. ഇവിടുത്തെ ഷോപ്പിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഇവിടുത്തെ സൈഡിൽ ഫുള്ളുണ്ട്. വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയൊരു സുവീനിയർ ഷോപ്പ് ഫുള്ളുണ്ട്. ഞങ്ങളങ്ങനെ ഇതിൻ്റെ കുറേ ഭംഗികളൊക്കെ ആസ്വദിച്ച് ഇത് താഴെ എത്തി. ഇനിയിപ്പം അരൂട്ടനെയും അച്ഛനെയും കാണാതായിട്ട് കുറേ നേരമായി. ഞങ്ങളിനിയിപ്പോൾ അവരെ തപ്പി നടക്കണം. അതെ, ഇത് എല്ലാരും കല്യാണം കഴിച്ചവരാണ്. അതെ, ആഷിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. അപ്പൊ ആഷിക്ക് ആഷിക്ക് നേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. യു കെയില് സിറ്റിസൺഷിപ്പ് ഉള്ള നേഴ്സ് ആണെങ്കിൽ അത്രയും നല്ലത്. ഇത് ഒന്നുകൂടെ കല്യാണം കഴിക്കുന്ന സൗമ്യ. എനിക്ക് എന്തെന്ന് എല്ലാരും തന്നെ. ഞങ്ങള് നല്ല ഐസ്ക്രീം ഒക്കെ കഴിച്ച് സിവിന് മസിൽ വിട്ടോ. ഇത് ക്രൂജ് ബസാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ചെറുതായിരിക്കുന്നു, പക്ഷെ നല്ല വലുപ്പമുണ്ട്. നമ്മളിനി അതിലേക്കൂടെ എല്ലാം തെന്നുന്ന കല്ലായതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ തലയടിച്ച് വീഴും. നമ്മളിപ്പം ആ കാസിലിൽ നിന്നാണ് വന്നത്. ആ കാസിലിൽ നിന്ന് നടന്ന് ചുറ്റി ഇവിടെ വന്നു. അപ്പം ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആയത് ക്രൂജ് ബസാറിൻ്റെ എൻഡാന്ന് തോന്നുന്നു, പക്ഷെ അവിടെയും കുറച്ച് കടകൾ കാണുന്നുണ്ട്. ഇവിടെ എല്ലാവരും കുറേ ടൂറിസ്റ്റ്, അതായത് കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കാസിലൊക്കെ കണ്ട് കുറച്ച് ഇങ്ങ് പോകുന്നൊരു ഓഫ് റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ തന്നെ കയറി. നല്ല രസമുണ്ട്, പുറത്തൊക്കെ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സെറ്റപ്പിലാണ്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ഇവിടെ ഇപ്പോൾ സമയം 4:30 ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പം ഇനിയിപ്പം ഒന്ന് പോയിട്ട് ഫുഡ് കഴിക്കണം എന്തെങ്കിലുമൊക്കെ. നമുക്ക് പാഴ്സൽ എടുക്കാം. അങ്ങനെ ഞങ്ങൾ വിശന്ന് കണ്ണ് കാണാൻ വയ്യ. അപ്പം ഇത്രയും സാധനങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കണം. ഞങ്ങൾ ലഞ്ചും കഴിച്ചു കഴിഞ്ഞു. ലഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം സപ്പറിൻ്റെ സമയമായി, 6:15. ഞങ്ങളിപ്പോൾ നേരെ ബീച്ചിലോട്ട് പോകണം. അറ്റ്ലീസ്റ്റ് സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചാണ് ബീച്ചിലോട്ട് പോകുന്നത്. അപ്പം വെയിൽ ചൂടിപ്പം കുറഞ്ഞ് വരുന്നുണ്ട്. ഉച്ചക്കത്തെ ഒരു അത്രയും ചൂടില്ല ഇപ്പം, കാറ്റുള്ളതുകൊണ്ട് തന്നെ. അപ്പം ഇനിയിപ്പം ബീച്ചിൽ പോയിട്ട് കാണാം. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ അൽബേനിയ പൂർത്തീകരിച്ചത്. എല്ലാവരും പുറകിൽ ഞങ്ങൾ സൺസെറ്റ് കാണുവാണ്. ബ്യൂട്ടിഫുൾ. അത് സണ്ണ് താഴോട്ട് ഇറങ്ങിയത് അങ്ങ് പോയി. അയ്യോ, ആ കാണുന്നതാണ് സൺസെറ്റ്. ഭയങ്കര ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരുന്നു. പിന്നെ ബീച്ച് നമ്മുടെ നാട്ടിലെ ബീച്ച് പോലെയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ അങ്ങനെ നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ട്. ഇന്നത്തെ ദിവസം കുറച്ച് റഷായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ഡേ എല്ലാ രാജ്യത്തും പൊതുവേ റഷ് തന്നെയായിരിക്കും. സോ
സോ നാളെ മുതൽ കുറച്ചുകൂടെ അടിപൊളിയാക്കും. അപ്പോൾ എല്ലാവരും സൺസെറ്റൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാണ്, റൂമിലോട്ട് പോവാണ്. നാളെ രാവിലെ ഞങ്ങൾക്ക് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് നേരത്തെ പോയിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ 8:30 നമ്മുടെ ഇവിടെ 8:30 ആകുമ്പോഴും ഇപ്പോഴാണ് സൺസെറ്റ് ആവുന്നത്. ഇനി ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് ഉറങ്ങി നാളെ രാവിലെ ഇനി അടുത്ത വിശേഷം പറയാം. സോ ടിൽ ദെൻ ബൈ.